ഇവിടെ പരമാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, राम नाम रटते रहो जब तक घट में प्राणी, कबहू तो दीन दयाल के बनक पड़ेगी कौन। मनुष्य जन्म दुर्लभ है, ये मिले न बोरुम्बर, तरवर से पत्ता टूट गिरे वो बोहरे न लगता डर। यो सौदा फिर नहीं संतो, ये सौदा फिर नहीं, ये लोहे जैसा ताप जात है काया देश रही। പുണ്യാത്മാക്കളെ, പരമാത്മാവ് ഏതെല്ലാം മഹാപുരുഷന്മാരെയാണോ കണ്ടുമുട്ടിയത്, അവരും കബീർ പരമേശ്വരൻ തന്നെയും തൻ്റെ പ്രിയപ്പെട്ട ആത്മാക്കൾക്കായി ഇവിടെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള വാണികൾ അദ്ദേഹം അരുൾ ചെയ്തിട്ടുണ്ട്. ഏത് ഭക്തൻ, ഏത് ആത്മാവ്, ഏത് വാണിയിലൂടെയാണ് ഉണരുക എന്ന നിശ്ചയമില്ലാത്തതിനാലാണത്. അത്രയധികം വാണികൾ അരുളി ചെയ്യുകയും വലിയ ഗ്രന്ഥങ്ങൾ തന്നെ രചിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 2-4 വാണികൾ തന്നെ ധാരാളമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനും. എന്നാൽ നമ്മൾ കാലനാകുന്ന കിണറ്റിൽ അകപ്പെട്ടുപോയി. ഈ കാലനാകുന്ന കിണറ്റിൽ വീണുപോയിരിക്കുകയാണ് നാം. കിണറ്റിൽ ബക്കറ്റ് വീണുപോകുന്നത് പോലെ. അത് പുറത്തെടുക്കാൻ 15-20 ഇരുമ്പ് ഹൂക്കുകൾ ഒരുമിച്ച് കൂട്ടി ഒരു കയറിൽ കെട്ടി ഒരുക്കുന്നതാണ്. അതിനെയാണ് പാതാളക്കരണ്ടി എന്ന് വിളിക്കുന്നത്. ആ പാതാളക്കരണ്ടി കിണറ്റിലേക്കിടുന്നു. ഇരുമ്പ് ഹൂക്കുകൾ താഴെയും മുകളിലും ഉണ്ടാവും. അതിലൊന്നു മതി. യഥാർത്ഥത്തിൽ ഒരു കൊളുത്തിട്ടാൽ പോലും കാര്യം നടക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും കൂടുതൽ കൊളുത്തുകൾ ഇടുന്നത് ഏതിലാണ് ബക്കറ്റ് ഉടക്കി പുറത്തു വരിക എന്ന് അറിയാത്തതിനാലാണ്. അതുപോലെ തന്നെയാണ് പരമാത്മാവ് ഇത്രയധികം വാണികളും ഉദാഹരണങ്ങളും നൽകിയിരിക്കുന്നത്. ഒരു പ്രിയപ്പെട്ട ആത്മാവിനെ ഏതു വാണിയാണ് ഹൃദയത്തിൽ സ്പർശിക്കുക എന്നറിയാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, കെ സാഹബ് യോ സോദാ ഷർനാഹി സന്തോ യോ സോദാ ഷർനാഹി. ഈ മനുഷ്യ ശരീരത്തിനുള്ളിലെ ഈ തത്വജ്ഞാനം, അതുപോലെ ആ സത്യമായ മോക്ഷമാർഗം, ഇവ വീണ്ടും വീണ്ടും ലഭിക്കുകയില്ല. എന്താണ് പറയുന്നതെന്ന്, അതായത് ഇരുമ്പ് പഴുത്ത് പാകമായിരിക്കുന്ന ആ സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ശരീരവും അതുപോലെ നശിച്ചു പോകും. അപ്പോൾ എന്തിനെയാണ് അവസരം എന്ന് വിളിക്കുന്നത്? ഉദാഹരണത്തിന്, ആലയിൽ ഇരുമ്പ് ചൂടാക്കുന്നു. അത് പഴുത്തു കഴിയുമ്പോൾ കൊല്ലൻ ഉടനടി അത് പുറത്തെടുക്കുന്നു. എന്നിട്ട് വേഗത്തിൽ അതിൽ ചുറ്റികൊണ്ട് അടിക്കുന്നു. വളരെ വേഗത്തിൽ. ചൂടായിരിക്കുമ്പോൾ തന്നെ പ്രഹരമിട്ടാൽ അയാൾ എന്ത് നിർമ്മിക്കാനാണോ പരിശ്രമിക്കുന്നത്, ആ വസ്തുവോ ഉപകരണമോ ആയി അത് മാറും. എന്നാൽ ആ ഇരുമ്പ് അല്പം പോലും തണുത്തുപോയാൽ പിന്നീട് എത്ര വലിയ കൂടം കൊണ്ട് അടിച്ചു തകർത്താലും യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. പ്രഹരങ്ങൾ കൊണ്ടും ഒരു ഗുണമില്ല. ഈ മനുഷ്യ ശരീരം നിങ്ങളിൽ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ഈ ഇരുമ്പ് ചൂടായിരിക്കുകയാണ്. അതിൻ്റെ മേൽ തത്വജ്ഞാനമാകുന്ന, രാമനാമമാകുന്ന പരമാത്മാവിൻ്റെ പ്രഹരവും ഏറ്റാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിർമ്മിക്കാം. അതായത് നിങ്ങൾക്ക് മോക്ഷം പ്രാപിക്കാൻ സാധിക്കും. എന്നാൽ ഒരിക്കൽ ഈ ഇരുമ്പ് തണുത്തുപോയാൽ, അതായത് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, പിന്നെ നായയായും കഴുതയായും പന്നിയായും വിരൂപമായ മുഖങ്ങളോടെ ജനിക്കേണ്ടി വരും. പിന്നെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ലോഹേ ജൈസാ താവ് ജാത് ഹൈ കായാ ദേശ് രാഹി और 3 लोक और भवन चतुर्दश सब जग सौदे आही, दुगने तिगने किए चौगने किन्हु मूल गवाही. ഇനി ഒരാൾ 1,00,000 രൂപയുമായി അകലെയുള്ള മറ്റൊരു നഗരത്തിലേക്ക് പോകുന്നു. 1000-2000 കിലോമീറ്റർ അകലെ പോയി എന്ന് കരുതുക. അവിടെ ചെന്ന് ആ തുക കൊണ്ട് തന്നെ വേണം അയാൾക്ക് തൻ്റെ ഉപജീവനം കഴിക്കാനും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും. ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിലൂടെയാണെങ്കിൽ അയാൾ അതിനായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ അയാൾ അവിടെ ഒരു ഹോട്ടലിൽ മുറി വാടകയ്ക്കെടുത്തു. അവിടെ ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ആ കച്ചവടക്കാരൻ ഏത് ലക്ഷ്യത്തോടു കൂടിയാണോ മൂലധനവുമായി പോയത്, ആ ജോലി അയാൾ ആരംഭിച്ചു. അങ്ങനെയാണെങ്കിൽ നല്ലത്. അയാൾ ആ പണം 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആയി വർദ്ധിപ്പിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങും.
എന്നാൽ 1,00,000 രൂപയുമായി പോയ ആ വ്യക്തി ആ മൂലധനം ഉപയോഗിച്ച് മദ്യപാനവും മറ്റ് ലഹരിയും വിലയേറിയ ഭക്ഷണങ്ങളും കഴിക്കുന്നു. ഏത് ലക്ഷ്യത്തിനാണോ അയാൾ പോയത് ആ ജോലി അയാൾ ചെയ്യുന്നില്ല. ആ പണം കൊണ്ട് അയാൾ ആഹാരപാനീയങ്ങൾ കഴിച്ചും ആനന്ദിച്ചും സിനിമ കണ്ടും സുഖസൗകര്യങ്ങളിൽ മുഴുകിയും കഴിയുന്നു. ഒടുവിൽ ആ മൂലധനം നഷ്ടമാകുന്നു. അത് പൂർണ്ണമായും നശിച്ചു പോകും. ശേഷം അയാൾ നിരാശയോടെ മുഖം താഴ്ത്തി തൻ്റെ വീട്ടിലേക്ക് വരും. അയാൾ കടക്കാരനായി മാറും. അയാളുടെ മേൽ വലിയ കടബാധ്യത ഉണ്ടാകും. പിന്നീട് അയാൾക്ക് മറ്റൊരാളുടെ കീഴിൽ വേലക്കാരനായി നിൽക്കേണ്ടി വരും. അയാൾ ഒരിക്കലും ഒരു മുതലാളിയായി തുടരില്ല. അതുപോലെ തന്നെയാണ് ഈ മനുഷ്യജീവിതമാകുന്ന മൂലധനവും ശ്വാസമാകുന്ന മൂലധനവും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതമാകുന്ന സമ്പത്തും. ഈ സമ്പത്ത് ഉപയോഗിച്ച് ആരാണോ ശരിയായ വ്യാപാരം ചെയ്യുന്നത്, സത്യമായ ഭക്തി ചെയ്യുന്നത്, അവർ ഈ മൂലധനം ഇരട്ടിയോ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആക്കി വർദ്ധിപ്പിക്കും. എന്നാൽ തെറ്റായ രീതിയിൽ സാധന ചെയ്യുന്നവരും തെറ്റായ ഗുരുക്കന്മാരുടെ കെണിയിലകപ്പെട്ടവരും അല്ലെങ്കിൽ ഒട്ടും തന്നെ സാധന ചെയ്യാത്തവരും തങ്ങളുടെ മൂലധനത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, മൂലധനത്തെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, 3 लोक और भवन चतुर्दश सब जग सौदे आही और दुगने तिगने और चौगने और किन हो मूल गवाई दुगने तुगने किए चौगने और किसी ने मूल गवाई मूल मैंने मूलधन वह मूल पूंजी का विनाश कर दिया और जिन्होंने दुगने तुगने चौगने कर लिए धन्य है वो भक्त। तो यहाँ याद दिलाते हैं कि यो सौदा करना ही संतो। ഈ മനുഷ്യ ജീവിതം ലഭിക്കുമ്പോൾ ആരാണോ രാമനാമമാകുന്ന പരമാത്മാവിന്റെ വ്യാപാരം ചെയ്യുന്നുവോ ആ അവസരം അയാൾക്കത് ഇരട്ടിയോ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആയി വർദ്ധിക്കും. യഥാർത്ഥ സാധനയിലൂടെ അത് നിങ്ങൾക്ക് 3 ഇരട്ടിയായും 4 ഇരട്ടിയായും വർദ്ധിക്കും.